നമസ്കാരം. കേരളത്തിലെ റേഷൻ സാമഗ്രികൾ പോകുന്നത് എങ്ങോട്ട്? ഡീപ് ഫോക്കസ് അന്വേഷിക്കുന്നു. ഒരു വില്ലേജിലെ 5 റേഷൻ കടകളിൽ നിന്ന് മാത്രം പ്രതിമാസം 8000 കിലോ അരി മറിച്ചു വിൽക്കുന്നതായി പഠന റിപ്പോർട്ട്. സബ്സിഡി നിരക്കിൽ സാധാരണക്കാർക്ക് വിതരണം ചെയ്യേണ്ട 7000 കിലോ ഗോതമ്പും 116 ലിറ്റർ മണ്ണെണ്ണയും കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നതായും കണ്ടെത്തി. തൃശൂർ ചെങ്ങാലൂർ വില്ലേജിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. ഇത്തരത്തിൽ 20 ലക്ഷം കിലോ അരിയെങ്കിലും സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്ന് പ്രതിമാസം കരിഞ്ചന്തയിൽ എത്തുന്നതായും വിലയിരുത്തലുണ്ട്. മിക്ക റേഷൻ വ്യാപാരികളും റേഷൻ സാധനങ്ങൾ മറിച്ചു വിൽക്കുന്ന വിവരം എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിൻ്റെ അളവ് എത്രയാണ് എന്നാണ് ആർക്കും അറിയാത്തത്. തൃശൂർ ചെങ്ങാലൂർ ഗ്രാമത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ ഇക്കാര്യത്തിൽ നടത്തിയ അന്വേഷണം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. BPL വിഭാഗത്തിന് സൗജന്യമായി ലഭിക്കേണ്ട അരിയിൽ 2742 കിലോയും APL സബ്സിഡിക്കാർക്ക് 2047 കിലോയും APL വിഭാഗത്തിന് 1600 കിലോയും ഏറ്റവും അവശത അനുഭവിക്കുന്ന അന്ത്യോദയ അന്നയോജന വിഭാഗക്കാർക്കുള്ള 1920 കിലോയും അടക്കം 8305 കിലോ അരി റേഷൻ കടകളിൽ നിന്ന് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നതായി വ്യക്തമായി. BPL വിഭാഗത്തിനുള്ള 3393 കിലോ ഗോതമ്പടക്കം 7016 കിലോ ഗോതമ്പും 106 ലിറ്റർ മണ്ണെണ്ണയും സാധാരണക്കാർക്ക് നഷ്ടമാകുന്നതായും കണ്ടെത്തി. ഇക്കാര്യത്തിൽ റേഷൻ വ്യാപാരികളുടെ പ്രതികരണം ഇങ്ങനെ: അത് ഹോൾസെയിൽ കയറ്റാശ് കൊടുക്കണം, വണ്ടി വാടക കൊടുക്കണം, ഇവിടെ ഇറക്കാശ് കൊടുക്കണം. അപ്പോൾ അതിലിരുന്നിട്ടുള്ള എന്നാൽ സംസ്ഥാനത്ത് 60% റേഷൻ സാധനങ്ങളും ഇത്തരത്തിൽ നഷ്ടമാകുന്നതായി ചെങ്ങാലൂർ പഠനം വ്യക്തമാക്കുന്നു. കമ്മീഷൻ കുറവാണ് എന്നതിന്റെ പേരിൽ നാട്ടിലെ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഒരു ജനസമൂഹത്തിനെ തട്ടിക്കുന്നതിന് അത് വലിയ തോതിൽ അഴിമതിനെയും കരിഞ്ചന്തേനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. റേഷൻ സംരക്ഷണ കൂട്ടായ്മയുണ്ടാക്കി റേഷൻ ചോർച്ച തടയുവാനുള്ള ശ്രമത്തിലാണ് ചെങ്ങാലൂരിലെ പരിഷത്ത് പ്രവർത്തകർ. ശ്യാംകൃഷ്ണൻ, മീഡിയ 1. യഥാർത്ഥ റേഷൻ വിഹിതം ഗുണഭോക്താക്കളിൽ നിന്ന് മറച്ചുവെച്ചാണ് മിക്ക റേഷൻ വ്യാപാരികളും തട്ടിപ്പ് നടത്തുന്നത്. ഭൂരിപക്ഷം വ്യാപാരികളും ബില്ലും നൽകുന്നില്ല. BPLകാർക്ക് പ്രതിമാസം വിതരണം ചെയ്യേണ്ട 25 കിലോ അരിയിൽ 20 കിലോ മാത്രം നൽകിയാണ് വ്യാപക തട്ടിപ്പ്. റേഷൻ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. ചെങ്ങാലൂരിലെ ഐനിക്കൽ തങ്കപ്പന്റെ പ്രധാന ആശ്രയം നാട്ടിലെ റേഷൻ കടയാണ്. അവശത അനുഭവിക്കുന്നതും പ്രത്യേക പരിഗണന അർഹിക്കുന്നതുമായ വിഭാഗത്തിൽപ്പെട്ട AAY കാർഡിന്റെ ഉടമയാണ് ഈ 65-കാരൻ. നിയമപ്രകാരം 35 കിലോ അരി സൗജന്യമായി കിട്ടണം. ഈ അടുത്ത കാലം വരെ കിട്ടിയിരുന്നതാകട്ടെ 4 തവണയായി 20 കിലോ അരി മാത്രം. 5 കിലോ കിട്ടും, എല്ലാവരും തരാറില്ല. 35 ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കൊടുക്കണം 25, അത് ഞങ്ങൾക്ക് 20 തരണം, ഞങ്ങൾക്ക് 20. ഇപ്പോഴും 20 അടി ചോദിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. 25 കിട്ടുന്നുണ്ട് ഇപ്പോഴും. അവർ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കണ്ടേ? റേഷൻ കാർഡിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. BPLകാർക്ക് 25 കിലോ അരി സൗജന്യമായി കിട്ടണം. എന്റെ കാർഡ് 25 കിലോ കൊടുക്കുന്ന 20 കിലോ ഞങ്ങൾക്ക് തരുന്നുള്ളൂ. 8 കിലോ അരി 2 രൂപ നിരക്കിലാണ് APL സബ്സിഡിക്കാരുടെ കോട്ട. 8 കിലോ തരാറില്ലേ? പിന്നെ നമ്മൾ എന്ത് അരി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂടുതൽ വിലക്കൊക്കെ തരാറുണ്ട്. APL വിഭാഗത്തിൽപ്പെട്ടവർക്കുമുണ്ട് 8 രൂപ നിരക്കിൽ 8 കിലോ അരി. പക്ഷേ ഇതൊന്നും ഗുണഭോക്താക്കൾ അറിയാറില്ല. ഒരു വില്ലേജിലേക്ക് ഒരു മാസം അനുവദിക്കുന്ന റേഷൻ സാധനങ്ങളുടെ അളവ് സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളെയും ഇക്കാര്യം രേഖാമൂലം അറിയിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ തടയാവുന്ന ഈ തട്ടിപ്പ് ആരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാജു പാവർട്ടിയോടൊപ്പം ശ്യാംകൃഷ്ണൻ, മീഡിയ 1. ഈ വാർത്തയോട് പ്രതികരിക്കാൻ ശാസ്ത്രാധിപ പരിഷത്തിന്റെ അനീഷ് കുമാർ KK തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന്, അതുപോലെ റേഷൻ വ്യാപാരി ഡീലേഴ്സ് അസോസിയേഷന്റെ T മുഹമ്മദ് അലി, അദ്ദേഹം എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. ജോണി നെല്ലൂർ, റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതാവ്, അദ്ദേഹത്തെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അനീഷ് കുമാറിലേക്ക്. അനീഷ് കുമാർ, നിങ്ങൾ ചെങ്ങാലൂരിൽ നടത്തിയ ഒരു സർവേ അല്ലെങ്കിൽ ഒരു പഠനം വേണമെങ്കിൽ സംസ്ഥാനത്തെ ഒരു സാമ്പിൾ സർവേ ആയി പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾ കണ്ടെത്തിയ നഷ്ടപ്പെടുന്ന അരിയുടെ അല്ലെങ്കിൽ മറിച്ചു വിൽക്കപ്പെടുന്ന അരിയുടെ അളവ് ഒരു സാമ്പിളായി എടുത്താൽ നിങ്ങളുടെ തന്നെ ഒരു അസംഷൻ പ്രകാരം ഏതാണ്ട് 20 ലക്ഷം കിലോ പ്രതിമാസം ഇത്തരത്തിൽ കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്, മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ ഈ സർവേയിൽ പഠനത്തിൽ കണ്ടെത്തിയത്? ഈ പഠനത്തിലാ 2016 ജൂലൈ മാസത്തിലെ റേഷൻ വിതരണത്തിനെയാണ് നമ്മൾ പഠനത്തിന് ആധാരമാക്കിയത്. 2016 ജൂലൈ മാസം ഉള്ള റേഷൻ വിതരണം
അതിൽ എത്ര അരിയാണ്, എത്ര ഗോതമ്പാണ്, പഞ്ചസാരയാണ് വിതരണത്തിലെ താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ? APL, BPL 5 തരം കാർഡുകൾ, APL കാർഡ്, BPL കാർഡ്, APL സബ്സിഡി കാർഡ്, അന്ത്യോദയ അന്ന യോജന AAY കാർഡ്, അന്നപൂർണ കാർഡ്, ഈ 5 കാർഡുകളിലായിട്ട് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കണം എന്നുദ്ദേശിച്ച അത്തരം വിഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഈ പഠനത്തിൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ സാധാരണയായിട്ടുള്ള പഠനത്തിൽ നമ്മൾ അന്വേഷിച്ചത്. ഈ അന്വേഷണം നമുക്ക് തന്ന വിവരങ്ങളാണ് പഠന റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും പരിഗണന അർഹിക്കുന്ന BPL സമൂഹവും അതിനേക്കാൾ പരിഗണന അർഹിക്കുന്ന ദരിദ്രരിൽ ദരിദ്രരായിട്ടുള്ള അന്ത്യോദയ അന്ന യോജനക്കാരും, ഈ 2 വിഭാഗം ആളുകൾക്ക് BPL വിഭാഗക്കാർക്ക് 25 കിലോ അരി എന്ന് നിജപ്പെടുത്തിയും AAY അന്ത്യോദയ അന്ന യോജനക്കാർക്ക് 35 കിലോ അരി. പക്ഷേ 89% BPL വിഭാഗക്കാരനും അർഹമായ അരി ലഭിക്കുന്നില്ല. പരമാവധി ലഭിക്കുന്നത് 20 കിലോ അരിയാണ്. 10 കിലോനും 15 കിലോനും ലഭിക്കുന്ന BPL കാരനുണ്ട്. അന്ത്യോദയ അന്ന യോജനക്കാരന് കുടുംബത്തിന് 35 കിലോ അരി പ്രതിമാസം എന്ന് പറഞ്ഞിട്ട് 4 ആഴ്ചകളിലായി 5 കിലോ വീതം 20 കിലോ അരി ലഭിക്കുന്ന അവസ്ഥ. വളരെ നിസ്സാരം കുടുംബങ്ങൾക്ക് ഈ രീതിയിൽ 10% കുടുംബങ്ങൾക്ക്, 11% കുടുംബങ്ങൾക്ക് ഈ രീതിയിൽ BPL വിഭാഗ ആൾക്കാർക്കും അതുപോലെ അന്ത്യോദയ അന്ന യോജന വിഭാഗ ആൾക്കാർക്കും അരി ലഭിക്കുന്ന അവസ്ഥയാണുള്ളത്. അതായത് ആരെയാണോ പൊതുവിതരണ സമ്പ്രദായം ലാക്കാക്കുന്നത്, ആർക്കു വേണ്ടിയിട്ടാണോ ഈ സാമൂഹ്യ സുരക്ഷാ സംവിധാനം, ഏറ്റവും ദരിദ്രനായ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഈ സാമൂഹ്യ സുരക്ഷാ സംവിധാനം എവിടെയാണ് പരാജയപ്പെടുന്നത്, എങ്ങനെയാണ് പരാജയപ്പെടുന്നത് എന്നുള്ള ഒരു പഠനത്തിലൂടെ പരിഷത്ത് ഏറ്റെടുക്കുകയായിരുന്നു. ശരി അനീഷ് കുമാർ, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ മുഹമ്മദ് അലി, അനീഷ് കുമാറിന്റെ വിശദീകരണം കേട്ട് കാണും. ചെങ്ങാലൂരിലെ ഒരു റേഷൻ കടയിലോ ഒന്നിലധികം റേഷൻ കടയിലോ നടത്തിയ ഈ ഒരു പഠനം, ഈ പഠനം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും സംഭവിക്കുന്നു എന്നല്ല, ഇതൊരു സാമ്പിളായിട്ട് എടുത്താൽ ഇത് തന്നെയല്ലേ യാഥാർത്ഥ്യം? ഇത് ആർക്കാണ് അറിയാത്തത്? ഇതിൽ സാമ്പിളായി എടുക്കാൻ മാത്രം ഉണ്ടോ? വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടത്, ഇത് കേരളമല്ലേ? കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒന്നും അറിയാത്തവരാണോ? നിങ്ങൾ കാണിച്ച ഈ റേഷൻ കടയുടെ സൈറ്റിൽ തന്നെ ശരിക്കും എത്രയാണ് അരി, ഓരോ വ്യക്തികൾക്ക് ഇത്ര കിലോ, 25 കിലോ അരി, 8 കിലോ അരി എല്ലാം നല്ല രീതിയിൽ ബോർഡ് എഴുതി വെച്ചിട്ടില്ലേ? സാക്ഷര കേരളത്തിൽ ഇത്രത്തോളം പറ്റിക്കാൻ കഴിയുമോ? ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോട് കാണണ്ടേ? എല്ലാ മാസവും സപ്ലൈ ഓഫീസിൽ നിന്ന് കിട്ടുന്ന വിവരം അതാത് ദിവസം മാസങ്ങളിൽ പത്രങ്ങളുണ്ടെന്ന് പറയുന്നു, സൈറ്റിലുണ്ട് എന്ന് പറയുന്നു. ഇതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നു BPL കാർഡിന് 25 കിലോ അരി, AY 35 കിലോ അരി, ഇതൊക്കെ പിന്നെ APLന് 8 കിലോ അരി. കഴിഞ്ഞ ജൂലൈ നിങ്ങൾ പറഞ്ഞ ഈ സമയത്ത് 22 കിലോ അരിയായിരുന്നു BPLന് അനുവദിച്ചിരുന്നത്. 22 കിലോ അരി അനുവദിച്ചപ്പോൾ ചിലപ്പോഴൊക്കെ റേഷൻ കുറവുണ്ടാവും, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. 1-2 കിലോ ഒക്കെ ഒരു പക്ഷേ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ മൊത്ത വ്യാപാരികളിൽ നിന്നൊക്കെ കുറവുണ്ടാകുമ്പോൾ ഞങ്ങളെ കാർഡ് ഉടമകൾ ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങളെ കാർഡ് ഉടമകൾ ഞങ്ങളെക്കുറിച്ചൊരു പരാതിയുമില്ല. ഇത് പഞ്ചായത്ത് തലത്തിൽ മോണിറ്ററിംഗ് ഉണ്ട്, കമ്മിറ്റികളുണ്ട്, അതാത് വാർഡ് മെമ്പർമാർ. ഈ പറയുന്ന റേഷൻ കടക്കാരൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അന്വേഷിച്ചു, അവിടെ കാർഡ് ഉടമകൾക്ക് യാതൊരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാർഡ് ഉടമകൾക്ക് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ ഗൗരവത്തോടും ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ ഈ കടക്കാരനായിട്ട് സംസാരിച്ചു. അവിടെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു കടയാണ്. പിന്നെ ഇത്രയും വലിയൊരു അഴിമതി. അപ്പോൾ കേരളത്തിലെ ഈ സംവിധാനം 13 തരം പരിശോധനകളുള്ള ഒരു സംവിധാനം, അതായത് റേഷനിങ് ഇൻസ്പെക്ടർ മുതൽ സിവിൽ സപ്ലൈസ് കമ്മീഷൻ വരെ പരിശോധിക്കുന്ന ഒരു സംവിധാനം. കേരളത്തിലെ ജനങ്ങളുടെ സ്ഥാപനമാണ് റേഷൻ കടകൾ. അവർ നടത്തുന്ന സ്ഥാപനമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ആനുകൂല്യങ്ങളുമില്ലാതെ ജനം നടത്തുന്ന കാർഡ് ഉടമകൾ ഏറ്റെടുത്ത ഒരൊറ്റ സംവിധാനമേ കേരളത്തിലുള്ളൂ. അതാണ് റേഷൻ കടകൾ. നിങ്ങൾക്കറിയോ റേഷൻ വ്യാപാരിയുടെ സ്ഥിതി എന്താ? ഒരു കമ്മീഷൻ 100 കിൻഡൽ അരി വിറ്റാൽ ഒരു വ്യാപാരിക്ക് കിട്ടുന്നത് 9200 രൂപയാണ്. 24,000 രൂപ വരെ ചെലവ് വരും. ഇത് റേഷൻ കടയിൽ എത്തിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ഈ ഓണക്കാലത്ത്, നിങ്ങളല്ല, ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സർക്കാർ ആനുകൂല്യം നൽകിയില്ലേ? എന്തുകൊണ്ട് ഈ റേഷൻ വ്യാപാരികളെ പരിഗണിച്ചിട്ടില്ല? ഞങ്ങളെ പരിഗണിക്കുന്നു, ഞങ്ങളെ ജനങ്ങളാണ്.
ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല. ഏതെങ്കിലും ഒരു വ്യാപാരി ഇത്രത്തോളം ജനങ്ങളെ ചൂഷണം ചെയ്താൽ അവനെ സഹായിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സംഘടന ഉണ്ടാവില്ല. ഞങ്ങൾ ഓരോ റേഷൻ വ്യാപാരിയുടെ യജമാനൻ കാർഡ് ഉടമകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ശരി മുഹമ്മദ് അലി, മുഹമ്മദിലേക്ക് വരാം. ശ്രീ ജോണി നെല്ലൂർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജോണി നെല്ലൂർ, ഇവിടെ മുഹമ്മദ് അലി പറയുന്നത് റേഷൻ വ്യാപാരികൾ തന്നെ അവശ്യ വിഭാഗമാണ് എന്നാണ്. അവർക്ക് ലഭിക്കുന്ന കമ്മീഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ തങ്ങളെ ആരും ഗൗനിക്കുന്നു പോലുമില്ല. ശരിയാകാം, ഒരുപക്ഷെ റേഷൻ വ്യാപാരികൾക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ വസ്തുക്കൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന കമ്മീഷൻ തുലവും തുച്ഛം തന്നെയാണ്. പരമാവധി കാർഡുകളുള്ള റേഷൻ കടയിൽ പോലും ഒരുപക്ഷെ ഒരു 10,000 രൂപയിൽ കൂടുതൽ പ്രതിമാസം റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ലഭിക്കുന്നുണ്ടാകില്ല. അത് തന്നെയല്ലേ ഈ കരിഞ്ചന്ത നടക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവ്? ഞാൻ ഇന്ന് രാവിലെ ഈ കാര്യം മീഡിയ വൺ ചർച്ച ചെയ്തപ്പോൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ ഞാൻ തീർത്ത് പറയുന്നു, ഇതിനകത്ത് കുഴപ്പം കാണിക്കുന്ന ഒരു റേഷൻ കടക്കാരോടും ഒരു പ്രതിബദ്ധതയും ഞങ്ങൾക്ക് ആർക്കുമില്ല. എന്നെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണുകയും അവർക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇവിടെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശം അത് കിട്ടണം, അതിനകത്തുനിന്ന് മോഷ്ടിക്കാൻ ആരെ അനുവദിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഏത് പഠനം ഏത് തലത്തിൽ നടത്തിയാലും മമതാലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സാക്ഷരത ഉള്ളവരാ. അവർക്ക് കിട്ടേണ്ടത് എന്ത് എന്ന് മറ്റാരേക്കാൾ കൂടുതൽ ബോധ്യമുള്ളവരാണ്, അറിവുള്ളവരാണ്. ഓരോ ആഴ്ചയിൽ ഓരോ മാസവും മാസത്തിന്റെ 1-ാം തീയതിയോ 2-ാം തീയതിയോ മാധ്യമങ്ങളിലൂടെ അതാത് സ്ഥലത്തെ സപ്ലൈ ഓഫീസർമാർ പത്രപരസ്യം കൊടുക്കും. ഇന്ന താലൂക്ക്, എന്റെ താലൂക്കിൽ ഇന്ന രീതിയിലാണ് റേഷൻ. ആ പത്രക്കട്ടിങ്ങും എടുത്തു വെച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികളുടെ സമീപത്തേക്ക് പലരും വരുന്നത്. ആ വരുമ്പോ യഥാർത്ഥത്തിലുള്ള സംഗതി ഞാൻ രാവിലെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ 25 കിലോ അരി എന്ന് പറഞ്ഞാൽ അത് 25 കിലോ കടലാസ് മാത്രമേ ഉള്ളൂ. റേഷൻ വ്യാപാരിക്ക് കൊടുക്കുന്നത് പരമാവധി വന്നാൽ 22 കിലോ കൊടുക്കാൻ ഉള്ളതാണ്. ആ 22 കിലോ അപ്പുറത്തേക്ക് 25 കിലോ എന്ന് പറഞ്ഞ് 25 കിലോ കൊടുക്കാനുള്ള സാധനം കൊടുക്കണ്ടേ? ഇത് ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോ അവർക്കത് ഗവൺമെന്റ് പോളിസി എന്നുള്ളതിൽ 25 കിലോ എന്ന് പറയുന്നു. 25 കിലോ വീതം കൊടുക്കട്ടെ വരുന്നവർക്കൊക്കെ. അങ്ങനെ വാങ്ങാതെ വരുന്നവരുടെ നിരവധി ആളുകൾക്കുണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഈ വരുന്ന ആളുകൾക്ക് 25 വെച്ച് കൊടുക്കട്ടെ എന്നാണ് അവരുടെ സമീപനം. അവർക്കും അറിയാം 25 വെച്ച് എല്ലാവരും വാങ്ങാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആ അസംഷനിലാണ് റേഷൻ കടക്കാരൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർക്ക് 25 കിലോ വെച്ച് കൊടുക്കാൻ കഴിയുമോ? ഇത് ഞാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും അത് മുമ്പത്തെ ഗവൺമെന്റ് കാലത്തും എല്ലാം ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിക്കട്ടെ. 15 കിലോയേ ഉള്ളെങ്കിൽ 15 കിലോയേ ഉള്ളൂ എന്ന് പറയട്ടെ. ആ 15 കിലോ നിർബന്ധമായും കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. ആ പരിശോധനകൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പരിശോധനകൾ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ അധികാരമുണ്ട് പരിശോധിക്കാൻ. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇത്രയും സെൻസിറ്റീവായ ഒരു മേഖല, ഒരു റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പരാതി പറഞ്ഞാൽ ആ കടക്കാരനെ അവിടെ വെച്ചു പൊറപ്പിക്കുമോ? അത് മാത്രമല്ല, റേഷൻ കടക്കാരന്റെ സമൂഹത്തിൽ ഏറ്റവും വലിയ കൊടുക്കുത്തുകളാണെന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. ധാരാളം ജനപ്രതിനിധികൾ റേഷൻ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവര് നാട്ടിൽ മാന്യന്മാരായി ജീവിക്കുന്നവരാ. അവർക്ക് എങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും കേരളീയ സമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഈ ചർച്ചകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിൽ വരാൻ പോവുകയാണല്ലോ, അത് പെട്ടെന്ന് നടപ്പിൽ വരുത്തട്ടെ. റേഷൻ വ്യാപാരിയെ സംബന്ധിച്ച് ഇപ്പോ ഈ പരാധീനതകളൊക്കെ അവസാനിക്കണമെങ്കിൽ, കുറ്റമറ്റ നിലയിൽ റേഷൻ വിതരണം പോകണമെങ്കിൽ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, അവർക്കൊരു വേതനം മാവേലി സ്റ്റോറുകളിലെ ആളുകൾക്ക് കൊടുക്കുന്നത് പോലെ വിതരണത്തിന് നിൽക്കുന്ന റേഷൻ വ്യാപാരിക്ക് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കട്ടെ. അവരെ മറ്റൊന്നിലും ഇടപെടിക്കേണ്ട. അരി എടുക്കുന്നത് അവരല്ല, ഗവൺമെന്റ് നേരിട്ട് കടയിൽ എത്തിക്കട്ടെ. മാവേലി സ്റ്റോറിൽ എങ്ങനെയാണോ വിതരണം നടത്തുന്നത് അതുപോലെ തന്നെ ചെയ്യട്ടെ. ഗവൺമെന്റ് ഒരു മണി അരി പോലും. താങ്കളുടെ നിർദ്ദേശം റേഷൻ വ്യാപാരികൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല. ഞാൻ അതിലേക്ക് മടങ്ങി വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശരി, അനീഷ് കുമാറിലേക്ക് മടങ്ങി വരാം. അനീഷ് കുമാർ, നിങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയ, അതായത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് റേഷൻ വിഭവങ്ങൾ ലഭിക്കാത്ത കേസുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി റേഷൻ കടകളിൽ നിന്ന് സാമഗ്രികൾ വാങ്ങാത്ത കുറേ ആളുകൾ ഉണ്ടാകുമല്ലോ, പ്രത്യേകിച്ചും APL വിഭാഗത്തിൽപ്പെട്ടവർ. അവർക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതം, അവർക്ക് അലോട്ട് ചെയ്യുന്ന റേഷൻ വിഹിതമാണ് യഥാർത്ഥത്തിൽ കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ റേഷൻ വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ടത് അർഹതപ്പെട്ട ഏറ്റവും താഴെക്കടയിലുള്ള അന്ത്യോദയ അന്നയോജന പോലുള്ള BPL പോലുള്ള വിഭാഗങ്ങൾക്ക് കൃത്യമായ റേഷൻ സാമഗ്രികൾ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ബാക്കി വരുന്ന സർപ്ലസ് ആയിട്ടുള്ള വിഭവങ്ങൾ കരിഞ്ചന്തയിലേക്ക്
വിടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മുഹമ്മദ് അലി സൂചിപ്പിച്ചതുപോലെ അവർക്ക് ലഭിക്കുന്ന കമ്മീഷൻ വളരെ തുച്ഛമാണ്. ജോണി നെല്ലൂർ ആവശ്യപ്പെടുന്നത് ഈ കമ്മീഷൻ വ്യവസ്ഥ തന്നെ എടുത്തു കളഞ്ഞിട്ട് ഈ റേഷൻ വ്യാപാരികൾക്ക് വേതനം ഏർപ്പെടുത്തണമെന്നാണ്. ഈ വാദങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? തുച്ഛമായ കമ്മീഷനിൽ റേഷൻ വ്യാപാരികൾ ഇത് വിൽക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ കരിഞ്ചന്തയെ അല്ലാതെ വഴിയില്ല എന്നല്ലേ? റൈറ്റ്. മുഹമ്മദ് അലി, ഇവിടെ അനീഷ് മുമ്പ് സൂചിപ്പിച്ച വസ്തുതകൾ. റൈറ്റ്, അനീഷ് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഇപ്പൊ കേൾക്കാം. അതായത് ഇവിടെ മുഹമ്മദ് അലി സൂചിപ്പിച്ച വസ്തുതകൾ, കമ്മീഷൻ തുച്ഛമായ കമ്മീഷനാണുള്ളത്. ജോണി നെല്ലൂർ മുൻപോട്ട് വെച്ചൊരു നിർദ്ദേശം, ഈ കമ്മീഷൻ വ്യവസ്ഥ എടുത്തു കളഞ്ഞ് ഈ റേഷൻ വ്യാപാരികൾക്ക് വേതനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം, മാവേലി സ്റ്റോറുകൾ പോലെ വേതനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം, ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇവിടെ കരിഞ്ഞെന്ന് നടക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് റേഷൻ വ്യാപാരികൾ ഇത് ചെയ്യുന്നത്. ഇത് സർക്കാരിനും അറിവുള്ളതാണ്. മറ്റൊരു കാര്യം, BPL അന്ത്യോദയ യോജന പോലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗങ്ങൾക്ക് റേഷൻ വിഭവങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് മിക്കവാറും റേഷൻ വ്യാപാരികൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്ന റേഷൻ വിഭവങ്ങൾ ഇതാണ്. അതായത് സ്ഥിരമായി റേഷൻ സാമഗ്രികൾ വാങ്ങാത്ത APLകാർക്കുള്ള റേഷൻ വീതം കൃത്യമായി കരിഞ്ചന്തയിലേക്ക് പോകുന്നുണ്ട്. ഇത് സർക്കാരിനും അറിയാം. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. ഇതിനകത്ത് റേഷൻ കരിഞ്ചന്തക്കാർക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, ഏറ്റവും ലാഭകരമായിട്ടുള്ളത് സർക്കാർ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും ഏറ്റെടുക്കുന്ന BPL വിഭാഗത്തിന്റെ അരിയാണ്. അത് വിലയുടെ അർത്ഥത്തിൽ മാത്രമല്ല, ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ്. 25 കിലോ അരിയാണ് ഒരു BPL കുടുംബത്തിന് കിട്ടുന്നത്. 35 കിലോ അരിയാണ് ഒരു AAY കുടുംബത്തിന് കിട്ടുന്നത്. ആ അർത്ഥത്തിൽ കിട്ടുന്ന അരി പൂർണ്ണമായും സർക്കാർ മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്ത അരിയാണ്. ആ അരി 1 കിലോ മാറിപ്പോകുമ്പോൾ കിട്ടാവുന്ന വിഹിതമല്ല APL വിഭാഗത്തിന്റെ അരി മാറിപ്പോകുമ്പോൾ കിട്ടാവുന്ന വിഹിതം. തന്നെയുമല്ല, APL വിഭാഗങ്ങൾക്ക് ഇപ്പൊ നമ്മൾ 2016 ജൂലൈ മാസത്തിലെ കണക്കെടുക്കുമ്പോൾ 8 കിലോ അരിയാണ് വിഹിതം. ആ 8 കിലോ അരിയുടെ വില നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് 8 രൂപ 90 പൈസ ഈ നിരക്കിലാണ് വില. അപ്പൊ ആ അർത്ഥത്തില് APL വിഭാഗം ആളുകളുടെ റേഷൻ കാർഡിന്റെ എണ്ണെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമാവുന്ന ഒരു കാര്യമുണ്ട്. APL കാർഡ് ഞങ്ങളുടെ ചെങ്ങാലൂർ വില്ലേജില് നേരത്തെ മുഹമ്മദ് അലി മാഷ് സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ റേഷൻ കടയുടെ കാര്യമല്ല. ചെങ്ങാലൂർ വില്ലേജില് 5 റേഷൻ കട പരിധിയിൽ നിന്നിട്ടുള്ള ഒരു പഠനമാണ് ഈ പഠനം. അപ്പൊ ആ അർത്ഥത്തില് 5 റേഷൻ കട പരിധിയിൽ നിന്നിട്ടാണ് 8339 കിലോ അരി എന്ന് നമ്മൾ നിജമായി കൃത്യപ്പെടുത്തുന്നത്. ഒരു ചെങ്ങാലൂർ വില്ലേജ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പഠനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തില് നമ്മൾ APL വിഭാഗവും APL സബ്സിഡി വിഭാഗത്തിന് 8 കിലോ അരി ലഭിക്കുന്നത് 2 രൂപ നിരക്കിലാണ്. ഏറ്റവും കൂടുതൽ റേഷൻ കാർഡുകളുള്ളത് APL സബ്സിഡി വിഭാഗത്തിലാണ്. 1492 കാർഡുകളാണ് ചെങ്ങാലൂർ വില്ലേജില് APL സബ്സിഡി വിഭാഗത്തിലുള്ളത്. അപ്പൊ ഈ അർത്ഥത്തില് വളരെ കൃത്യമായി 89% BPL കുടുംബങ്ങൾക്ക് അർഹമായ അരി ലഭിക്കുന്നില്ല. ഇവിടെ 50% പാതിയോളം AAY കുടുംബങ്ങൾക്ക് അരി ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള ഈ കണക്കുകൾ ഒരുപക്ഷെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ കണക്കുകൾ എടുക്കുമ്പോൾ ഈ കണക്കുകള് നമ്മള് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചില കണക്കുകളുണ്ട്. ആ കണക്കുകള് നമ്മൾ അരിയുടെ കണക്ക് മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര ശതമാനം അരിയാണ് ചെങ്ങാലൂർ വില്ലേജിന് 2016 ജൂലൈ മാസം നഷ്ടമായത്, ഇവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് നഷ്ടമായത് എന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അത് മൊത്തം അരിയുടെ ഒരു 21.5%. ഇത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പറയുന്നത് 42%. ഈ അർത്ഥത്തില് ഈ പഠനം ഒരു അണ്ടർ എസ്റ്റിമേറ്റ് അല്ലേ എന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോ ഒരു സാധ്യത ഇതൊരു വില്ലേജിന്റെ പഠനമാണ്, ഇത് ഒരു ഗ്രാമത്തിന്റെ പഠനമാണ്. ഇതൊരു നഗരത്തിലേക്ക് വന്നാലോ? മറ്റൊരു ആരോപണമായിട്ട് ഇവിടെ ഉന്നയിച്ചത് എല്ലാവരും സാക്ഷരരായിട്ടുള്ള ആളുകളാണ്, കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കില്ല എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു വാദമാണ് ഉന്നയിക്കപ്പെട്ടത്. ഈ വാദം അറിയണമെങ്കിൽ 2013 മുതൽ ചെങ്ങാലൂർ വില്ലേജിനകത്ത് റേഷൻ സംരക്ഷണ കൂട്ടായ്മ എന്ന കൂട്ടായ്മ ഉണ്ടാക്കി പ്രധാനപ്പെട്ട കവലകളിലൊക്കെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന വിഹിതങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് എഴുതി വെച്ച പ്രവർത്തകരുടെ വികാരമാണ്. അങ്ങനെ എഴുതി വെക്കാനുണ്ടായ കാരണം ഈ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ള ഇതേ വികാരം തന്നെ നമുക്ക് പരിശോധിക്കാം. മുഹമ്മദ് അലി, ഒരു വളരെ ലളിതമായ ഒരു ചോദ്യം. റേഷൻ കടക്കാർക്ക് കമ്മീഷൻ വളരെ കുറവാണ്, റേഷൻ കടക്കാർ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ജനങ്ങളുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്നവരാണ് അവർ എന്നൊക്കെ താങ്കൾ വാദിക്കുന്നു. ഏതെങ്കിലും റേഷൻ കടക്കാരൻ
തൻ്റെ ലൈസൻസ് കൈയൊഴിയാനോ അത് വിറ്റൊഴിയാനോ തയ്യാറാവുന്നുണ്ടോ? എന്തുകൊണ്ടാണത്? ഇത് വിറ്റൊഴിയാൻ കഴിയുന്നതല്ലല്ലോ ഇന്ന്. അതായത് റേഷൻ കട ഓരോ പ്രദേശത്തും നടത്തുന്നത് ആ പ്രദേശത്തുകാരനാണ്. ഞങ്ങളെ കുടുംബങ്ങളും ഞങ്ങളെ സുഹൃത്തുക്കളും അയൽക്കാരും ഞങ്ങളെ കാർഡ് ഉടമകളും, ഞാൻ എപ്പോഴും പറയാറില്ല അതൊക്കെ. ഇവർക്കൊന്നും ഞങ്ങളോട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സൗജന്യ റേഷനൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഈ കേരളം പനി പിടിച്ച് വെറുങ്കലിച്ചിട്ട് ഒരു കാലത്ത് അന്ന് സൗജന്യ റേഷൻ കൊടുത്തില്ല ഞങ്ങൾ. അത് എന്തുകൊണ്ടാണ്? ആര് പണം തരും, എപ്പം പണം തരും നിങ്ങൾ ചോദിച്ചോ? മത്സ്യമേഖലയിൽ പ്രശ്നങ്ങളുണ്ടായി, ആദിവാസി മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായി, എന്ത് ഏറെ പറയുന്നു. കലാപങ്ങളുണ്ടായാലും ആദ്യം ഗവൺമെൻറ് സർക്കാരിലേക്ക് പറയുന്ന ആനുകൂല്യങ്ങൾ എന്താണ്? അത് സൗജന്യ റേഷനാണ്. ഇത് നൽകുന്നത് എന്ന് പണം കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. സർക്കാരിന് 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞാലേ പൈസ കിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളിത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ അയൽക്കാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കാർഡ് ഉടമകൾ ഇതാലോചിച്ച് കൊടുക്കുന്നവരാണ് ഞങ്ങൾ. അതല്ലാതെ ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനം പറഞ്ഞു 2013 ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഈ 5 റേഷൻ കടക്കാരെക്കൂട് നിങ്ങൾ ശരിക്കും റേഷൻ കൊടുക്കണം, ഇത് കൊടുപ്പിക്കണം, ഇതിൻ്റെ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയേണ്ടതല്ലേ? കാർഡ് നിങ്ങൾ ബോർഡ് വെച്ചു, നിങ്ങൾ കൊടുപ്പിക്കണം. 20 കിലോ അരിയല്ല, ഈ മാസം 25 കിലോ അരിയുണ്ട്, കൊടുപ്പിക്കണ്ടേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഈ സംഘടന നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഇങ്ങനത്തെ വൃത്തികെട്ട കരിഞ്ഞെന്നൊക്കെ ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 20 കിലോ അരി 22 കിലോ അരി കിട്ടുമ്പോൾ മൊത്ത വ്യാപാരികളിൽ നിന്ന് കുറവും എല്ലാം കൂടി സഹിക്കും 20 കിലോ അരി വാങ്ങുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ 20 വർഷം മുമ്പുള്ള BPL ലിസ്റ്റാണ് കേരളത്തിലുള്ളത്. 20 വർഷം ഒരു ചെറിയ ഇടവേള കൂടി ആവശ്യമുണ്ട്. ജോണി നെല്ലൂർ ഒരിക്കൽ കൂടി. ജോണി നെല്ലൂർ, വിജിലൻസ് ഈ റേഷൻ വ്യാപാരികളുടെ പ്രശ്നവും കേരളത്തിലെ റേഷൻ വിതരണങ്ങളുടെ പ്രശ്നവും സംബന്ധിച്ച് പഠനം നടത്തുന്നുണ്ട്, അവർ അന്വേഷണം നടത്തുന്നുണ്ട്. അവർ കണ്ടെത്തിയത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 40% പേർക്ക് മാത്രമാണ് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ഈ റേഷൻ വീതം ലഭിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 60% കരിഞ്ചന്തയിൽ ഒഴുകിപ്പോവുകയാണ് എന്നാണ് അവരുടെ ഒരു അസംഷൻ. ഈ കണ്ടെത്തൽ യാഥാർത്ഥ്യമാണല്ലോ. കാരണം ഇതിനു മുമ്പ് പലതവണയും റേഷൻ ഹോൾസെയിൽ ഡിപ്പോകളിൽ നിന്ന് സ്വകാര്യ മില്ലുകളിലേക്ക് ധാന്യങ്ങൾ കടത്തുന്നത് എത്രയോ തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിജിലൻസ് തന്നെ അത്തരത്തിലൊരു വേട്ട നടത്തിയാൽ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് പോലും അത്തരത്തിൽ റേഷൻ സാധനങ്ങൾ ഒഴുകുന്നുണ്ടാകാം, അവരത് നടത്തുന്നില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സർക്കാർ ഇതിന് മൗനാനുവാദം നൽകുന്നതായി തോന്നിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രദേശത്ത് നടക്കുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം എടുത്ത് കേരളം മുഴുവൻ ഇങ്ങനെയാണ് എന്നുള്ള പ്രചാരണം നടത്തുന്ന രീതിയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. നിരവധി റേഷൻ വ്യാപാരികളുമായും അതുപോലെ തന്നെ കാർഡുടമകളുമായി ആയിരം കാർഡുടമകളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ. അവർക്കൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിലും പ്രവർത്തനമില്ല. എനിക്ക് ഒത്തിരി റേഷൻ കടക്കാരെ അടുത്തറിയാം. എൻ്റെ കുടുംബത്തിൽ ഞാൻ റേഷൻ കടക്കാരുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്നതുമായുള്ള കാര്യങ്ങളല്ല, അവിടെയൊക്കെ നിരന്തരം പോയി അന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിനെ ഞാൻ കാണുന്നത് റേഷൻ വ്യാപാരിയും സാധാരണക്കാരായ ജനങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ്. അവിടെ വരുന്ന സാധനങ്ങൾ ചിലപ്പോൾ ആവശ്യമനുസരിച്ച് ചില ആളുകൾക്ക് കൂടുതൽ പോലും കൊടുക്കുന്ന റേഷൻ വ്യാപാരികളെ എനിക്കറിയാം. ഒരു പരാതിയുമില്ലാതെ റേഷൻ വ്യാപാരം കൊണ്ടുപോകുന്നതെന്ന് മാത്രമല്ല, അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചും ഈ സർവേ നടത്തുന്ന ആളുകളൊന്ന് പരിശോധിക്കണം എന്നൊരു അഭിപ്രായം ഞാൻ പറയുന്നതിൽ. ശരി ജോണി നെല്ലൂർ, അത് താങ്കൾ മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഒരു കാര്യം താങ്കൾ മുമ്പിൽ സൂചിപ്പിക്കുന്നു. E.K. നായനാറിന്റെ കാലത്ത് അന്നത്തെ ഭക്ഷ്യമന്ത്രിയുമായിരുന്ന E. ചന്ദ്രശേഖരൻ നായരുടെ ഒരു വിവാദ പ്രസ്താവനയുണ്ട്. ഈ റേഷൻ കരിഞ്ചന്ത നിലനിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ അരി വില ഉയരാതെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. കാരണം ഈ ലഭിക്കുന്ന റേഷൻ വിഹിതത്തിൽ ഒരു പങ്ക് പൊതുവിപണിയിലേക്ക് ഒഴുകുന്നതുകൊണ്ടാണ് അരി വില പിടിച്ചു നിർത്തുന്നതെന്ന്. ഇത്രയും പച്ചയായ യാഥാർത്ഥ്യം ആൾക്ക് അറിയാമെന്നിരിക്കെ സർക്കാർ ഇതിനെ എങ്ങനെ മറികടക്കാനാണ്? ഇത് റേഷൻ വ്യാപാരികൾക്കും നല്ലതാണ്. ഒരു റേഷൻ വ്യാപാരിയും വലിയ സമ്പന്നനായിട്ടില്ല, റീറ്റെയിൽ വ്യാപാരികൾ സമ്പന്നരായിട്ടില്ല. പക്ഷേ ഈ അരി കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വ്യവസ്ഥാപിതമായ കരിഞ്ചന്തയായി തന്നെ കാണേണ്ടി വരില്ലേ എന്നാ ചോദ്യം. ഇപ്പോ കുറച്ചു മുമ്പ് ചോദിച്ചില്ല, മമ്മാലോട് ചോദിച്ചില്ല, എന്തുകൊണ്ട് റേഷൻ കടക്കാർ ഇത് ഉപേക്ഷിച്ച് പോകുന്നില്ല എന്ന്. എത്രയോ ആളുകൾ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ആത്മഹത്യ ചെയ്ത റേഷൻ കടക്കാരുണ്ട്. ഞാൻ മൂവാറ്റുപുഴ താലൂക്കിലുള്ള റേഷൻ കടക്കാരൻ ഞാൻ രാജി കൊടുത്തത് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ രാജിക്ക് കാരണം? അനാവശ്യമായി പഴി കേൾക്കുന്നു. കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അനാവശ്യമായി കരിഞ്ചത്തക്കാരെന്നുള്ള വാക്ക് കേട്ട് മാധ്യമങ്ങളിലൂടെയും ജനങ്ങളുടെ ഇടയിലും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ താങ്ങാനാകുന്നില്ല എന്ന് പറഞ്ഞ് കടവുപേക്ഷിച്ച ആളുകളുണ്ട്, നിരവധി പേരുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു റേഷൻ കടക്കാരനും മനസ്സുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിർബന്ധിക്കുകയാണ്, ഗവൺമെന്റ് തന്നെ പ്രേരിപ്പിക്കുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും പോകണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ കേരളത്തിലാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കുറ്റമറ്റ നിലയിലുള്ള പൊതുവിതരണ സമ്പ്രദായം ഉള്ളത്. അത് നമുക്ക് വിസ്മരിക്കാനാകില്ല. പിന്നെ 60% കരിഞ്ചന്തയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരോട് പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? മീഡിയ വൺ പോലൊരു മാധ്യമമൊന്നും അങ്ങനെ പറയിപ്പിക്കരുത്, ആരെക്കൊണ്ടും പറയുകയരുത്. സത്യവുമായ ഒരു ബന്ധവുമില്ല. ഞാനൊന്ന്
നിർബന്ധപൂർവ്വം പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, അല്പമൊക്കെ ചിലത് നടക്കുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. അത് പോകും. ഈ കരിഞ്ചന്ത എന്ന വാക്ക് പോലും അതിന് ഉപയോഗിക്കരുത്. ഈ റേഷൻ ശരി ജോണി നെല്ലൂർ, വളരെ സമഗ്രമായ ഒരു അഴിച്ചുപണി ഈ പൊതുവിതരണ സമ്പ്രദായത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്നത്. വളരെയധികം നന്ദി ജോണി നെല്ലൂർ, മുഹമ്മദ് അലി, അനീഷ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. ഇനി ഷോമോൾ, നമസ്കാരം.